ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നിങ്ങളുടെ പൈൽ സെലക്ഷൻ നടത്താം. താങ്ക് യു. താങ്ക് യു. ഇവിടെ വന്നിട്ട് 2 of Cups, Ace of Wands. ഓക്കെ, ഈ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഇത് പൈൽ നമ്പർ 1 2 of Cups, ഇത് പൈൽ നമ്പർ 2 Ace of Wandsൻ്റെ എനർജി. ഓക്കെ, അപ്പോൾ കുറച്ചൊരു കാം മൈൻഡിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ എന്നാണോ ഈ ഒരു റീഡിങ്ങിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത്, അതാണ് കറക്റ്റ് ടൈം വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് 2 of Cupsൻ്റെ എനർജിയാണ്. നമുക്ക് കൂടുതലായിട്ട് കാർഡ്സ് എടുത്തിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു. Pile number 1, Queen of Pentacles, 4 of Pentacles, Knight of Pentacles. ബാക്കിൽ വന്നിട്ട് ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയാണ്. ഇവിടെ 2 of Cupsൻ്റെ എനർജിയിൽ വന്നിട്ട് പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ ഹീലിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ന്യൂ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരു വ്യക്തിനെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് എടുക്കുന്ന ഒരു ടൈം പീരീഡായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീട്ടിൽ ഓക്കെ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ നടക്കുന്ന ഒരു ടൈം പീരീഡും ആകാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് ഓർത്തിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പെട്ടെന്ന് വിഷമം വരുന്ന സിറ്റുവേഷൻ, എന്തെങ്കിലും ട്രിഗേഴ്സ് വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യുക. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ട് ഇവിടെ പറയുന്നത് സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പെട്ടെന്ന് നമ്മൾ എടുത്തു ചാടി ഒരു റിയാക്ഷൻ കൊടുക്കാതെ കുറച്ചൊന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആകാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റിൽ നിന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ്റ് ലഭിക്കുന്നുണ്ടാകാം. നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ്റെ രൂപത്തിൽ, ഒരു സഹായത്തിൻ്റെ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ന്യൂസ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിട്ട് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സൈക്കിൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് എൻഡ് ചെയ്യാനായിട്ട് ആ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്താനായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഇവിടെ സ്പിരിച്വൽ സപ്പോർട്ട് അവൈലബിൾ ആണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങൾ ഈശ്വരനോട് ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകൾ കുറച്ചും കൂടെ എന്താ പറയുക, ഈശ്വരനിൽ നിന്നിട്ട് അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആൻസർ, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേരുടെ മണി ഫിനാൻസൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചൊരു സ്റ്റേബിൾ എനർജിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നിട്ടുള്ള ഒരു ലാഭമായിരിക്കും. ഓക്കെ, ആ ഒരു എനർജി ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1, എൻവി. ഈ ഒരു സമയത്ത് എൻവിയുടെ എനർജി, എൻവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയാണ്. ഓക്കെ, ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഒരു സറൗണ്ടിങ്സിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ അഫർമേഷൻ നോക്കാം. പൈൽ നമ്പർ 1ൻ്റെ അഫർമേഷൻ എന്താണ്? Today I move forward. Today I see each obstacle as an opportunity to learn and grow.
ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്ന തടസ്സങ്ങൾ, ഒബ്സ്റ്റക്കിൾസ്, അത് നിങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു തടസ്സം എൻ്റെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, ആ ഒരു തടസ്സം നീങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അലൈൻമെൻറ്റിൽ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു റീഡിങ്ങിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത്, അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം സാധനങ്ങൾ മിസ്പ്ലേസ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മറവി, എവിടെയെങ്കിലുമൊക്കെ മറന്ന് വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകത്തില്ല, പക്ഷെ അടുത്ത് തന്നെ ഉണ്ടാകും. ഓക്കെ, ആ ഒരു കൺഫ്യൂഷൻ കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇറങ്ങുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ടോ, മറന്നു പോകാതിരിക്കുക. കുറച്ച് പേർക്ക് ഇത് പറയേണ്ട കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചിട്ട് പോകുന്നുണ്ടാകാം, പക്ഷെ പകുതി മറന്നു പോകുന്നുണ്ടാകാം. അപ്പോൾ അത് കുറച്ചൊന്ന് കെയർഫുൾ ആകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. താങ്ക് യു. പൈൽ നമ്പർ 2, 3 of Wands, 4 of Cups, Temperance. ബാക്കിൽ വന്നിട്ട് 2 of Pentaclesൻ്റെ എനർജിയാണ്. ഈ ഒരു സമയം കുറച്ച് പേർ ഒത്തിരി ബിസി ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇതിൽ ഒത്തിരി ട്രാവലിൻ്റെ എനർജി അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന എനർജി. ഓക്കെ, അതാണ് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടാകാം, അവസരം വരുന്നുണ്ടാകാം. ട്രാവലിന് വേണ്ടിയിട്ടായിരിക്കാം, ബിസിനസ് ട്രാവലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ആയിരിക്കാം. പുതിയ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം പീരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുക. ആ ഒരു എനർജി ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു 4 of Cupsലും എനിക്കൊരു സെക്കൻഡ് ചാൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടാമതൊരു അവസരം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. പാസ്റ്റിൽ നിങ്ങൾക്കിത് നഷ്ടമായി പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ സമയത്ത് അതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാകില്ല. പക്ഷേ അതെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു സമയത്ത് വരുന്നതാണ്. എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുവരാനായിട്ടുള്ള. അപ്പോൾ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേരോട് ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതി ചൂസ് ചെയ്യാനായിട്ടും ഇന്നത്തെ സമയത്ത് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കുറച്ചും കൂടെ കോൺഫിഡൻസിൻ്റെ എനർജിയും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് ഒത്തിരി വർക്ക് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഹാപ്പി ന്യൂസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ Ace of Wandsൽ വന്നിട്ട് ഒത്തിരി പാഷൻ്റെ എനർജിയാണ്. ഒത്തിരി എന്താ പറയുക, അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു എനർജി കുറച്ച് പേരുടെ ലൈഫിൽ കടന്നു വരുന്നുണ്ടാകാം. അപ്പോൾ അതിന് ആ ഒരു അഡ്വഞ്ചറിന് നിങ്ങൾ റെഡിയാണോ, ആ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ മുന്നോട്ട് വരുന്നത്. കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. കാരണം എല്ലാത്തിലും നമ്മൾ വാലിഡേഷൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു എനർജിയിൽ ട്രാപ്ഡായി പോകുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളവരോട് നമ്മൾ ചോദിക്കുക, ഗൈഡൻസ് ചോദിക്കുക. ബാക്കിയുള്ള ഡിസിഷൻസ് നിങ്ങളോട് എടുക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. ഓക്കെ, നോക്കാം. പൈൽ നമ്പർ 2. ഇവിടെ 2 എണ്ണം വന്നിട്ടുണ്ട്, രണ്ടും എടുക്കാം. കൺട്രോൾ ഇഷ്യൂസ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺട്രോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യുക. കുറച്ച് പേർക്ക് ഇവിടെ അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം, ഓവർ അറ്റാച്ച്മെൻറ്റ്. അതായത് ചിലപ്പോൾ ഇത് വ്യക്തികളോടുള്ള ഓവർ അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിലൊരു കൺട്രോൾ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. അതായത് ആ ഒരു വ്യക്തിനെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുക, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്, അത് നിങ്ങൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യുക. ഇതല്ല, നിങ്ങളല്ല
നിങ്ങളുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കാണ് ഈ ഒരു ഇഷ്യൂ ഉള്ളതെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു 2 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് കുറച്ചും കൂടെ നിങ്ങളുടെ എനർജി വീണ്ടെടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ എൻഡാകുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് സ്ലോ ആയി പൊയ്ക്കൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റിലോട്ടും ഈ ഒരു സമയത്ത് വരുന്നുണ്ടാകാം. പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താ നോക്കാം. ടുഡേ ഐ ഹാവ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ എനർജിയാണ്. ടുഡേ ഐ ഹാവ് ഫെയ്ത്ത് ആൻഡ് ട്രൂലി ബിലീവ് ദാറ്റ് എനിത്തിങ് ഈസ് പോസിബിൾ. എല്ലാം എന്നെക്കൊണ്ട് സാധിക്കും. ആ ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത്. കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളെടുക്കുന്ന ചോയ്സ്, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഹാപ്പിനെസ് കൊണ്ടുതരുന്നതാകാനായിട്ടും ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഓവറായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു കൺട്രോൾ ഇഷ്യൂസ് എല്ലാം തൻ്റെ കൺട്രോളിൽ വേണം, അല്ലെങ്കിൽ താൻ വിചാരിക്കുന്ന പോലെ മാനിഫെസ്റ്റേഷൻസ് വരണം, റിസൾട്ട് വരണം, എൻഡ് റിസൾട്ട് ഇങ്ങനെ ആയിരിക്കണം. ആ ഒരു കൺട്രോൾ ഇഷ്യൂസ് നിങ്ങൾ കുറച്ചൊന്ന് സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ, ഈശ്വരൻ്റെ സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോസിബിൾ അല്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ ഒത്തിരി ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. ഓക്കെ, ആ ഒരു വിശ്വാസത്തിൻ്റെ എനർജിയിൽ ഇരുന്ന് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.